ഹലോ നമസ്കാരം, മനുവാണ്. നമ്മുടെ ചാനലിലെ പുതിയൊരു സോളോ ക്യാമ്പിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ക്യാമ്പ് ചെയ്യാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ ആലക്കോടിനടുത്ത് കൊട്ടത്തലച്ചി മല, മൗണ്ട് കൊട്ടത്തലച്ചിയുടെ ഏറ്റവും ടോപ്പിലാണ്. നമ്മളിന്ന് ഈ പോകുന്ന മലമുകളിൽ ഒരു കാലത്ത് ഒരുപാട് ആളുകൾ താമസിച്ചിരുന്നതാണ്. ജനങ്ങളുടെ ജീവിത നിലവാരം കുറച്ചുകൂടി മെച്ചപ്പെട്ടപ്പോൾ എല്ലാവരും മലയിറങ്ങി. അങ്ങനെ ആൾതാമസമില്ലാത്ത ഒരുപാട് ഹിൽ ടോപ്പുകൾ നമ്മുടെ മലബാറിൽ കാണാൻ വേണ്ടി പറ്റും. ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകളും പിന്നെ മലമുകളിൽ ചെന്ന് ടെൻ്റ് അടിച്ച് താമസിക്കുന്ന എന്നെപ്പോലുള്ള ചില ഭ്രാന്തന്മാരും മാത്രമാണ് ഇന്ന് ഇത്തരം ഹിൽ ടോപ്പുകൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഫെബ്രുവരി മാസം ആയതുകൊണ്ട് പകൽ നല്ല വെയിലാണ്, നല്ല ചൂടും. വെയിലൊന്നും അടങ്ങിയപ്പോൾ മെല്ലെ ക്യാമറയും ടെൻറ്റും എടുത്ത് ഞാൻ ഇറങ്ങി. ഏകദേശം 80-90 കിലോമീറ്റർ ദൂരമുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ഈ കൊട്ടത്തലച്ചി മലയിലേക്ക്. പോകുന്ന റോഡ് മുഴുവൻ നിങ്ങളെ കാണിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ആലക്കോടും കഴിഞ്ഞ് കൊട്ടത്തലച്ചി മലയുടെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് വണ്ടി വെച്ച് മെല്ലെ മല കയറാൻ തുടങ്ങി. ഈ സ്ലോ മോഷനിലുള്ള നടത്തം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കുറച്ചധികം ദൂരം മല കയറാനുണ്ട്. നന്നായിട്ട് മടുത്തുണ്ട് കേട്ടോ. ദൂരം കൊണ്ടൊന്നുമല്ല ഞാനധികം മടുത്ത്, ഈ എൻ്റെ ബാഗിലുള്ള സാധനങ്ങളുടെ വെയിറ്റ് കാരണം. കൂർഗിലെ തടിയൻ്റെ മോൾ പീക്ക് കഴിഞ്ഞ വർഷം സോളോ ട്രെക്കിംഗ് ചെയ്തപ്പോൾ ഏകദേശം 10 കിലോമീറ്റർ വൺ സൈഡ് ഞാൻ നടന്നതാണ്. അത് 2 ലിറ്റർ വെള്ളവും ഒരു ക്യാമറ ബാഗും മാത്രമായിരുന്നു എൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് ഈസി ആയിട്ട് ഞാൻ മല കയറി തിരിച്ചിറങ്ങി. ആ വീഡിയോ ഇതിൻ്റെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്, താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കണം. തനിച്ചുള്ള മലകയറ്റമല്ലേ, അതുകൊണ്ട് കുറേ സമയം എടുത്തിട്ട് ഇരുന്നും കിടന്നുമൊക്കെയാണ് ഞാൻ മലേൻ്റെ മുകളിലെത്തിയത്. ടെൻ്റ് അടിക്കുന്നതിന് മുന്നേ ഉള്ള വ്യൂ ഇതാണ് കേട്ടോ. ഞാനിവിടെ ഇതിനു മുന്നേ ഒരു തവണ മാത്രമാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അത്ര പരിചയമില്ലാത്ത സ്ഥലങ്ങളാണ്. ഇനി ടെൻ്റ് അടിച്ചതിന് ശേഷം ഒരു കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കുടിക്കുകയാണെങ്കിൽ നമ്മൾ മല കയറിയതിന് ക്ഷീണം അങ്ങ് പോയി കിട്ടും. ഇവിടെ വന്ന് ടെൻ്റ് അടിച്ചതിന് ശേഷം ബേഡിങ്ങിന് ഇറങ്ങണമെന്ന് ആദ്യം വിചാരിച്ചേ, പക്ഷേ സമയം നല്ല ഇരുട്ടായിട്ട്. നാളെ രാവിലെ തന്നെ ക്യാമറ എടുത്ത് ഒന്ന് ഇറങ്ങണം. ഈ മനുഷ്യരില്ലാത്ത ഈ മലമുകളിൽ ആരൊക്കെയാണ് സ്ഥിരതാമസമുള്ളതെന്ന് നമുക്കൊന്ന് അറിയണ്ടേ. ടെൻ്റ് അടിച്ചതിന് ശേഷം ഞാൻ വീണ്ടും ഈ പാറയുടെ മുകളിലേക്ക് തന്നെ വന്നു. ഇവിടെ ഇരുന്ന് അസ്തമയത്തിൻ്റെ വെളിച്ചം കാരണം ആകാശത്തിൻ്റെ നിറം മാറി മാറി വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നല്ല കാറ്റും നല്ല നിശബ്ദതയും. മഴക്കാർ കൂടി ഇല്ലായിരുന്നെങ്കിൽ ഈ സായാഹ്നം അടിപൊളിയാവുമായിരുന്നു. ഇതേ ആ പാറയുടെ മുകളിൽ ഒരു പൊട്ടുപോലെ കാണുന്നില്ലേ, അത് ഞാനാണ്. ആലക്കോടിനടുത്തുള്ള മൗണ്ട് കൊട്ടത്തലച്ചീൻ്റെ ടോപ്പിലാണുള്ളത്. കഴിഞ്ഞ ഒക്ടോബറിലാണ്, 2023 ഇല്ലെങ്കിൽ 24 ഒക്ടോബർ മാസത്തിലാണ് ഞാനിവിടെ ഫസ്റ്റായിട്ട് വന്നത്. ആ സമയത്തെ മൈൻഡിൽ ഇങ്ങനെ ആലോചിച്ച് വന്നാൽ ഇതിൻ്റെ ടോപ്പിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യണമെന്ന്. സമയം 8 മണിയായിട്ടുണ്ട്, പുറത്ത് നല്ല ഇരുട്ടാണ്. കാപ്പി വെച്ച അടുപ്പിൽ കുറച്ചുകൂടി വിറകിട്ട് കുറച്ച് തീ ഉണ്ടാക്കി ഞാൻ. ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഈ തണുപ്പത്ത് തീ കായുന്നത് ഒരു രസമാണ്. ദൂരെ ഏതോ ഒരു പള്ളിയിൽ എന്തോ പരിപാടി നടക്കുന്നത്, പാട്ടിൻ്റെ ശബ്ദം നന്നായിട്ട് കേൾക്കാം. കടുകുമണി പോലെയാണ് നമുക്ക് വെളിച്ചത്തെ ദൂരെ കാണുന്നത്. നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ലെൻസിൽ ആ വെളിച്ചം ഒട്ടും കാണുന്നില്ല. നമ്മുടെ വൈൽഡ് ലൈഫിന് ഉപയോഗിക്കുന്ന ടെലി ലെൻസ് ഇട്ട് നോക്കി അപ്പോൾ ക്യാമറയിൽ ഒരു പള്ളിയുടെ രൂപം അങ്ങനെ തെളിഞ്ഞു വന്നു. നിറയെ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ച ഒരു ദൃശ്യം. ഈ ആലക്കോടുകാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും ഇത് ഏത് പള്ളിയാണെന്ന്. 11 മണിയോട് അടുത്ത് വന്നപ്പോൾ തണുപ്പിൻ്റെ കൂടെ കോടമഞ്ഞും കൂടെ ഇറങ്ങി. രാത്രി ആയതുകൊണ്ട് വീഡിയോയിൽ അത് എങ്ങനെ കാണിക്കുമെന്ന് എനിക്ക് അറിയില്ല. ലൈറ്റ് ഓണാക്കി നോക്കി, നല്ല കോടയും നല്ല കാറ്റുമാണ്. അതിനനുസരിച്ച് തണുപ്പും കൂടി വരുന്നുണ്ട്. ഇതിനു വേണ്ടി മാത്രമാണ്, ഇത് ആസ്വദിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും ലഗേജും എടുത്ത് ഈ മല കയറിയത്. എന്താ ഒരു ഫീല്! ഒരു മനുഷ്യക്കുഞ്ഞിൻ്റെ പോലും ശബ്ദമില്ലാതെ ഈ പ്രകൃതിയെ ആസ്വദിച്ച് അങ്ങനെ ഒരു രാത്രി. 4 ചുമരിൻ്റെ സുരക്ഷിതത്തിൽ നിന്നും മാറിയിട്ട് ഒരു ദിവസം. അപ്പോൾ ശരി, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഏകദേശം 11:30 ടൈം. മൗണ്ട് കൊട്ടത്തലച്ചിയുടെ മുകളിൽ നിന്ന് എല്ലാവർക്കും ഗുഡ് നൈറ്റ്.
നല്ല ഉറക്കത്തിലായിരുന്നു. ടെൻറ്റിന് പുറത്ത് ചുള്ളിക്കമ്പൊടി എന്നൊരു ശബ്ദം കേട്ടു. മൊബൈലെടുത്ത് സമയം നോക്കി, 2:30 ആദ്യം ഒന്ന് പേടിച്ചു പോയിരുന്നു, ആനയാണോന്നും കരുതിട്ട്. പതിയെ ക്യാമറയിൽ ലൈറ്റും എടുത്ത് ടെൻറ്റ് തുറന്നു. ഇപ്പം കരിയില അനങ്ങുന്നതിനൊപ്പം പന്നി മുക്കറിയിടുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട്. നല്ല നിലാവുള്ള ദിവസമാണെന്ന്, അതുകൊണ്ട് നമ്മുടെ ക്യാമറേൻ്റെ ലോ ലൈറ്റ് കപ്പാസിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിച്ച് നോക്കിയാലേ പന്നീനെ കാണാൻ വേണ്ടി കഴിയുള്ളൂ. കാട്ടുകോഴിയുടെ മധുരമായിട്ടുള്ള ശബ്ദം കേട്ടാണ് ഞാൻ ഇന്ന് രാവിലെ ഉണർന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷം കേൾക്കുന്ന ശബ്ദം, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് നൊസ്റ്റു അടിച്ചു. രാവിലത്തെ ഈ മലയുടെ വ്യൂ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കണം. ഒരു ഭാഗത്ത് സൂര്യൻ്റെ വെളിച്ചവും മറുഭാഗത്ത് നിഴലും ചേരുന്ന മനോഹരമായിട്ടുള്ള ആകാശ ദൃശ്യം. ചെറിയൊരു കട്ടൻ ഉണ്ടാക്കി കുടിച്ച് ക്യാമറ എടുത്ത് ഞാൻ പതുക്കെ ഇറങ്ങി. രാവിലെ നമ്മളെ വിളിച്ചുകൊണ്ടെത്തിയ കാട്ടുകോഴിയിലെ അവനെ തേടിയിട്ടാണ് നടക്കുന്നത്. അങ്ങനെ നടക്കുമ്പോൾ ദേ ഒരു പ്രാപ്പിടിയൻ ശിഖര എന്തിനെയോ കാര്യമായിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ നോക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ സൂക്ഷിച്ചു നോക്കി, ഒന്നും കാണുന്നില്ല. വീഡിയോ എടുക്കുന്നതിൻ്റെ മോഡ് മാറ്റി 2 ഫോട്ടോ ക്ലിക്ക് ചെയ്ത് തിരിച്ച് വീഡിയോ മോഡിലേക്ക് മാറ്റിയതും അവൻ ജെറ്റ് വേഗത്തിൽ നിലത്തേക്ക് പറന്നു. തിരിച്ചു വന്ന് വേറൊരു മരക്കൊമ്പിലിരുന്നു. അപ്പോൾ അവൻ്റെ കാലിൽ ഞാൻ കണ്ട് നേരത്തെ അവൻ വീക്ഷിച്ചിരുന്ന ആ സാധനം. എടാ മോനെ, ഇതിനെയാണ് കഴുകങ്കണ്ണ് എന്നൊക്കെ പറയുന്നത്. എത്ര ഷാർപ്പാണ് അവരുടെ കാഴ്ചയല്ലേ. നീ തൽക്കാലം ആ മരക്കൊമ്പിലിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഞാനിപ്പം വരാമെന്ന് പറഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു കുറുകൽ ശബ്ദം ഞാൻ കേൾക്കുന്നത്. ഇത് കാട്ടുകോഴിയുടെയാണ്. നമ്മൾ രാവിലെ കേട്ട ആ ശബ്ദമില്ലേ, അത് തൊട്ടടുത്ത് വന്നിരിക്കുന്നു. ഞാൻ വളരെ നിശബ്ദമായിട്ട് പതുക്കെ നിലത്തിരുന്നു. ഒരു കാട്ടുമരത്തിൻ്റെ മറവ് പറ്റി ശ്വാസം പോലും നിയന്ത്രിച്ചിട്ടാണ് നിൽക്കുന്നത്. കാരണം മറ്റു പക്ഷികളെ പോലെയല്ല കാട്ടുകോഴികൾ. മനുഷ്യൻ്റെ സാമീപ്യം തിരിച്ചറിഞ്ഞില്ലേ അടുത്ത നിമിഷം ഒരു പറന്ന് കളയും. ഒരു ക്ലിക്കിനുള്ള സമയം പോലും കിട്ടിയാല. ചെറിയൊരു കാട് വളർന്നു നിൽക്കുന്നിടത്തു നിന്നാണ് ശബ്ദം കേൾക്കുന്നത്. അതുകൊണ്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യാൻ പറ്റിയാലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ക്യാമറ വീഡിയോ മോഡിലേക്ക് മാറ്റി റെക്കോർഡിംഗ് ഓൺ ചെയ്തിട്ട് ഞാൻ കാത്തിരുന്നു. 2 മിനിറ്റായി കാണും. ഒരാൾ എൻ്റെ ഫ്രെയിമിലേക്ക് മെല്ലെ നടന്നു വന്നു. എൻ്റെ സാമീപ്യം അവരറിഞ്ഞു എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ വേഗത്തിലുള്ള നടത്തം. ഒരു 50 മീറ്ററൊക്കെ ദൂരമുണ്ട് കേട്ടോ. ഇത് ഒരനക്കം പോലും ഇല്ലാതെ ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ക്യാമറ കൊണ്ട് അവരെ ഫോളോ ചെയ്തു. പക്ഷേ എൻ്റെ പ്രതീക്ഷ തെറ്റി. ഇതിൽ പൂവൻകോഴിയില്ല, പിടക്കോഴി മാത്രമാണുള്ളത്. രാവിലെ നമ്മളെ വിളിച്ചുണർത്തിയവൻ മിസ്സിംഗ് ആണ്. ഒരിക്കലും അവനും എൻ്റെ ക്യാമറയിലും പതിയും. കാട്ടുകോഴിയുടെ മനോഹരമായിട്ടൊരു ഫ്രെയിം നമുക്ക് കിട്ടും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സമയം ഏകദേശം 9 മണിയോടടുത്തു. പതിയെ വിശപ്പ് പിടിമുറുക്കി തുടങ്ങി. നമ്മുടെ ബാഗിൻ്റെ കനം കാരണം ഇന്നലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കരുതിയിരുന്നില്ല. മെല്ലെ മലയിറങ്ങണം, ടൗണിൽ ചെന്ന് ഏതെങ്കിലും കടയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഭക്ഷണം കഴിക്കണം. ഏകദേശം 80 കിലോമീറ്ററിന് മുകളിലുണ്ട് ഇവിടുന്ന് ഇരിട്ടി എൻ്റെ വീടിനടുത്തേക്ക്. അപ്പോൾ ഈ വർഷത്തെ 2ാമത്തെ സോളോ ക്യാമ്പിങ് ഇവിടെ അവസാനിക്കുകയാണ്. മനോഹരമായിട്ടുള്ള മറ്റൊരു ക്യാമ്പിങ്ങുമായിട്ട് ഞാൻ ഉടനെ വരും. അതുവരേക്കും ഉങ്ങൾക്ക് വണക്കം. അല്ല പോകരുത്, ഒരു കാര്യം കൂടി. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അത് എത്ര മോശമായെങ്കിലും അത് നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് കമൻറ്റ് ബോക്സിൽ കാണാം. ബൈ.